ആകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഇപ്പോ കഴിഞ്ഞ ക്ലാസ് നമ്മൾ വിശദീകരിച്ച ഭാഗം ലഇൻ ഉഖ്രിജു 12-ാമത്തെ ആയത്ത് ലഇൻ ഉഖ്രിജു അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അവർ പുറത്താക്കപ്പെട്ടാൽ അഥവാ ഈ ബനൂ നദീർ ഗോത്രക്കാർ പുറത്താക്കപ്പെട്ടാൽ ലാ യഖ്റുജൂന ഇവർ പുറത്തു പോവുകയില്ല, ഈ കപട വിശ്വാസികൾ പുറത്തു പോവുകയില്ല, മഅഹും അവരോടൊപ്പം, വലഇൻ ഖൂതിലു ഇനി അവർ യുദ്ധം ചെയ്യപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ അവരോട് സത്യവിശ്വാസികൾ യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ ലാ യൻസുറൂനഹും ഇവർ അഥവാ ഈ കപട വിശ്വാസികൾ അവരെ സഹായിക്കുന്നതും അല്ല. അപ്പൊ അള്ളാഹുവിന് ആ കാര്യം കൃത്യമായിട്ട് അറിയാം. ഒരു പൊള്ളയായ വാഗ്ദാനം മാത്രമാണ് അവർ ചെയ്യുന്നത്. തൊട്ടുമുകളിലെ ആയത്ത് എന്താ പറഞ്ഞത്? നിങ്ങൾ പുറത്താക്കപ്പെട്ടാൽ ഞങ്ങളും നിങ്ങളുടെ കൂടെ പോരും, നിങ്ങൾ യുദ്ധത്തിന് ഇരയായാൽ ഞങ്ങളും നിങ്ങളുടെ കൂടെ യുദ്ധം ചെയ്യും എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷെ അത് പൊയ്വാക്ക് മാത്രമാണ്, പൊള്ളയായ വാഗ്ദാനം മാത്രമാകുന്നു. അള്ളാഹു പറയണം വലഇൻ നസ്വറൂഹും ഇനി സങ്കല്പിക്ക, അവരെങ്ങാനും സഹായിച്ചു എന്ന് സങ്കല്പിക്ക, ലയുവല്ലുന്ന അൽ അദ്ബാറ അവർ പിന്തിരിഞ്ഞോടുക തന്നെ ചെയ്യും, സുമ്മ ലാ യുൻസറൂൻ പിന്നെ അവർ സഹായിക്കപ്പെടുന്നതല്ല. പിന്നെ 13-ാമത്തെ ആയത്ത് നമ്മൾ എടുത്തതാണ്. ലഅൻതും തീർച്ചയായും നിങ്ങൾ, വിശ്വാസികളെ നിങ്ങൾ, ഉദ്ദേശിക്കുന്നതാണ് അശദ്ദു റഹ്ബതൻ ഏറ്റവും ശക്തമായ ഭയമുള്ളവരാകുന്നു, കഠിനമായി ഭയമുള്ളവരാകുന്നു, ഫീ സുദൂരിഹിം അവരുടെ മനസ്സുകളിൽ, അഥവാ ഈ കപട വിശ്വാസികളുടെ മനസ്സുകളിൽ നിങ്ങളെയാണ് അവർക്ക് ഏറെ ഭയം, മിനല്ലാഹ് അള്ളാഹുവിനേക്കാൾ. അപ്പൊ അള്ളാഹുവിനേക്കാൾ അതിശക്തമായ ഭയം അവർക്ക് നിങ്ങളെ കുറിച്ചാകുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെയാണ് ഏതൊരു മനുഷ്യനും മറ്റാരെക്കാളും പേടിക്കേണ്ടത്. പിന്നെ ഈ ആളുകൾ അങ്ങനെ ആവാനുള്ള കാരണം എന്താണ്? ദാലിക അത് അല്ലെ അള്ളാഹുവിനേക്കാൾ മനുഷ്യരെ പേടിക്കാനുള്ള കാരണം ബി അന്നഹും അവർ ആയതുകൊണ്ടാകുന്നു ഖൗമുൽ ലാ യഫ്ഖഹൂൻ കാര്യം ഗ്രഹിക്കാത്ത ഒരു ജനവിഭാഗം ആയതുകൊണ്ടാകുന്നു. അപ്പൊ അതുവരെയാണ് നമ്മൾ വിശദീകരിച്ചത്. ഈ തുടർന്നുള്ള ആയത്ത് ലാ യുഖാതിലൂനകും ജമീഅൻ ഇല്ലാ ഫീ ഖുറൻ മുഹസ്സന إلا في قرى محصنة أو من وراء جدر بأسهم بينهم شديد تحسبهم جميعا وقلوبهم شتى ذلك بأنهم قوم لا يعقلون. ആ ആൾക്കാരുടെ അവസ്ഥ, ഈ കപടവിശ്വാസികളുടെ കാര്യം, അതേപോലെ തന്നെ ജൂതന്മാരുടെ കാര്യം അല്ലാഹു പറയുന്നു ലാ യുഖാതിലൂനകും അവർ നിങ്ങളുമായി യുദ്ധം ചെയ്യുകയില്ല, ജമീഅൻ ഒരുമിച്ച് ഒന്നിച്ചെന്നുകൊണ്ട്, ലാ യുഖാതിലൂനകും അവർ നിങ്ങളുമായി യുദ്ധം ചെയ്യുകയില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഖാതല യുഖാതിലു ഖിതാലൻ. ഒരുമിച്ച് എല്ലാവരും ഒന്നിച്ച്, അതാണ് ജമീഅൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്. അവിടെ കൊടുത്ത മുഴുവൻ ഒന്നിച്ച് പിന്നെ അർത്ഥം കൊടുത്ത ഭാഗത്ത് കാണാൻ സാധിക്കും. അപ്പൊ ലാ യുഖാതിലുനകും അവർ നിങ്ങളുമായി യുദ്ധം ചെയ്യുകയില്ല, ജമീഅൻ ഒരുമിച്ച്. എങ്ങനെയല്ലാതെ ഇല്ലാ ഫീ ഖുറൻ മുഹസ്സന നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഖറിയത്ത് ജംആണ് ഖുറ. ഖറിയത്ത് എന്നും ഖറിയത്തുന്നും അതിന്റെ ഏകവചനം എന്താ? ഖറിയത്ത് രാജ്യം, പ്രദേശം, പട്ടണം, ഗ്രാമം, ആ അർത്ഥത്തിലൊക്കെ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോ ഇല്ലാ ഫീ ഖുറൻ മുഹസ്സനത്തിൻ, മുഹസ്സനത്ത് എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ എന്നാണ്. കോട്ട കെട്ടപ്പെട്ടത്, അതാ ശരിക്കർത്ഥം. ഹസ്സന സുരക്ഷിതമാക്കി, യുഹസ്സിനു സുരക്ഷിതമാക്കുന്നു, തഹ്സീനൻ സുരക്ഷിതമാക്കൽ. അതിന്റെ മഫ്ഊൽ രൂപമാണെന്ത്? മുഹസ്സനത്ത് സുരക്ഷിതമാക്കപ്പെട്ടത്, അഥവാ കോട്ട കെട്ടപ്പെട്ട. അപ്പോ സുരക്ഷിതമായ രാജ്യത്ത് വെച്ചല്ലാതെ, പ്രദേശത്ത് വെച്ചല്ലാതെ അവർ നിങ്ങളുമായി ഒരുമിച്ച് യുദ്ധം ചെയ്യുകയില്ല. ഔ അല്ലെങ്കിൽ, അപ്പൊ ആ പദങ്ങൾ നിങ്ങൾ എഴുതണം. ഹസ്സന യുഹസ്സിനു തഹ്സീനൻ.
മുഹസ്സനത്ത് സുരക്ഷിതമായ അല്ലെങ്കിൽ കോട്ട കെട്ടപ്പെട്ടത്. ഔ അല്ലെങ്കിൽ മിൻ വറാഇ ജുദുരിൻ, വറാഅ് എന്ന് പറഞ്ഞാൽ പിൻഭാഗം, വറാഅ് അമാമ് എന്ന് പറഞ്ഞാൽ മുൻഭാഗം, വറാഅ് എന്ന് പറഞ്ഞാൽ പിൻഭാഗം. വേറൊരു പദമുണ്ട് പിന്നെ പിൻഭാഗം എന്നത് എന്താണ്? ഖൽഫ്. ഖൽഫ് എന്ന് പറഞ്ഞാലും പിൻഭാഗമാണ്. അമാമ് മുൻഭാഗം, ഖൽഫ് പിൻഭാഗം, വറാഅ് പിൻഭാഗം. അപ്പൊ മിൻ വറാഇ ജുദുരിൻ, ജിദാർ എന്ന് പറഞ്ഞാൽ മതിൽ, ജംആണ് ജുദൂർ എന്ന് പറഞ്ഞാൽ മതിലുകൾ. അപ്പോ മിൻ വറാഇ ജുദുർ അല്ലെങ്കിൽ ഏതെങ്കിലും മതിലുകൾക്ക് പിന്നിൽ നിന്നുകൊണ്ടല്ലാതെ നേർക്ക് നേരെ നിങ്ങളുമായി അവർക്ക് ഏറ്റുമുട്ടാൻ സാധ്യമല്ല. അവരെങ്ങനെയാണ് നിങ്ങളുമായി ഏറ്റുമുട്ടുള്ളൂ? ഒന്നുകിൽ സുരക്ഷിതമായ പ്രദേശത്ത് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ കോട്ട കെട്ടപ്പെട്ട പ്രദേശത്ത് വെച്ചുകൊണ്ട്, അല്ലെങ്കിലോ ഔ അല്ലെങ്കിൽ മിൻ വറാഇ ജുദുർ ഏതെങ്കിലും മതിലുകൾക്ക് പിന്നിൽ നിന്നുകൊണ്ട്. അതാണ് പിന്നെ വറാഅ്. ജിദാർ എന്നതിന്റെ ബഹുവചനമാണ് ജുദൂർ. അല്ലാഹു പറയാണ് ബഅസുഹും ബൈനഹും ശദീദ്. ബഅസുഹും അവിടെ പദം കാണാം, ബഉസ എന്ന് പറഞ്ഞാൽ കരുത്തനായി, ശൂരനായി, ധീരനായി എന്നൊക്കെ അർത്ഥം. ബഉസ ബഉസ യബുഉസു ബഅസൻ, അതേപോലെ ബുഅസ് രണ്ടും ഉണ്ടത്. അപ്പോ ബഅസുഹും ബൈനഹും അവരുടെ ഇടയിൽ അവരുടെ കരുത്ത് അവർക്കിടയിൽ അവർ ശക്തന്മാരാകുന്നു എന്ന് പറഞ്ഞാൽ അവർ അന്യോന്യം യുദ്ധം ചെയ്യുകയാണെങ്കിൽ കരുത്ത് പ്രകടിപ്പിക്കും, ശൂരത കാണിക്കും. അതാണ് ബഅസുഹും ബൈനഹും, അവർക്കിടയിൽ അവരുടെ ബഅസ് അഥവാ കരുത്ത് ശദീദ് ശക്തമാകുന്നു. ബഅസുഹും ബൈനഹും ശദീദ്. ഈ ബഅസ് എന്നതിന് ശിക്ഷ എന്നും ഖുർആനിൽ പ്രയോഗിച്ചു കാണാം. ആ അർത്ഥത്തിൽ വന്നു കാണാം. ഭയം, ഭയം എന്ന അർത്ഥത്തിൽ ആ പദം പ്രയോഗിക്കാറുണ്ട്. തടസ്സം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് ആ പേപ്പറിൽ നിന്ന് കാണാൻ പറ്റും ബഅസ് എന്നിടത്ത് ശിക്ഷ, ഭയം, തടസ്സം എന്നൊക്കെ അതിനർത്ഥമുണ്ട്. പിന്നെ ഖുർആൻ പ്രയോഗിച്ചു കാണാൻ സാധിക്കും അള്ളാഹിന്റെ ബഅസ് വരുന്നത് വരെ. അപ്പോ ബഅസുഹും ബൈനഹും അവർക്കിടയിൽ അവരുടെ ശൂരത, അവരുടെ ശക്തി ശക്തമാകുന്നു. പിന്നെ തഹ്സബുഹും ജമീഅ. തഹ്സബുഹും എന്താണ്? ഹസിബ എന്ന് പറഞ്ഞാൽ വിചാരിച്ചു, അല്ലെ? ഹസിബ വിചാരിച്ചു, യഹ്സബു വിചാരിക്കുന്നു. നമുക്കറിയാം യഹ്സബു അന്ന മാലഹു അസ്ലദ, സൂറത്തുൽ ഹുമസയിൽ കാണാം. എന്താ അർത്ഥം? തന്റെ ധനം തനിക്ക് ശാശ്വതവാസം നൽകിയിരിക്കുന്നു എന്ന് അവൻ വിചാരിക്കുന്നു. വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ഹുമസ എന്ന സൂറത്തിൽ കാണാം. അപ്പോ ഹസിബ വിചാരിച്ചു. ഖുർആൻ പറയുന്നുണ്ട് അഹസിബൻ നാസു അൻ യുത്റകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. സൂറത്തുൽ അൻകബൂത്തിൽ കാണാം. മനുഷ്യർ വിചാരിക്കുന്നുണ്ടോ ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ അവൻ പരീക്ഷിക്കപ്പെടാതെ വിട്ടേക്കുമെന്ന് വിചാരിക്കുന്നുവോ? അഹസിബൻ നാസു അവിടെ കാണാം ഹസിബ. അപ്പൊ ഹസിബ വിചാരിച്ചു, യഹ്സബു വിചാരിക്കുന്നു, ഹുസ്ബാനൻ വിചാരിക്കൽ. അതാണ് തഹ്സബുഹും നിങ്ങൾ അവരെ കുറിച്ച് വിചാരിക്കുന്നു, ജമീഅൻ ഒന്നിച്ചാണെന്ന്. നിങ്ങൾ അവരെ കുറിച്ച് ഒന്നിച്ചാണെന്ന് വിചാരിക്കുന്നു. ഈ കപടവിശ്വാസികളും ജൂതന്മാരും ഒക്കെ ഒറ്റക്കെട്ടാണ് നിങ്ങൾ വിചാരിക്കുന്നു. അള്ളാഹു പറയുന്നു വഖുലൂബുഹും, എന്നാൽ അവരുടെ ഹൃദയങ്ങൾ ശത്ത, അത് ഛിന്ന ഭിന്നമാകുന്നു. അവരുടെ ഹൃദയങ്ങൾ ഛിന്ന ഭിന്നമാകുന്നു. ശത്ത എന്ന് പറഞ്ഞാൽ ഛിന്ന ഭിന്നമായി, യശിത്തു എന്ന് പറഞ്ഞാൽ ഛിന്ന ഭിന്നമാകുന്നു, ശത്തൻ ഛിന്ന ഭിന്നമാവൽ. ആ പദത്തിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, ശത്ത യശിത്തു ശത്തൻ. അപ്പൊ അവരുടെ ഹൃദയങ്ങൾ ഛിന്ന ഭിന്നമാകുന്നു. വഖുലൂബുഹും ശത്ത, അവരുടെ ഹൃദയങ്ങൾ ഛിന്ന ഭിന്നമാകുന്നു. ശത്ത യശിത്തു ശത്തൻ. പിന്നെ അവിടെ കാണാൻ പറ്റും ഷതീത് എന്ന് ഒരു ഇസ്മുണ്ട്. ഷതീത് എന്ന് എന്താ? ചിതറിയത്, ഛിന്ന ഭിന്നമായത്.
അതിന്റെ ബഹുവചനമായിട്ടും ഷത്ത എന്നത് കാണാൻ സാധിക്കും. ഛിന്ന ഭിന്നമായവ. ഇവിടെ കുറച്ച് അനുയോജ്യമായത് അതാണ്. സ്വരൂപവും ഒരു ഹൃദയമല്ല, ഹൃദയങ്ങൾ എന്നാണ്. അപ്പൊ അവരുടെ ഹൃദയങ്ങൾ ഷത്ത, ഛിന്ന ഭിന്നമായവയാകുന്നു. നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും അല്ലെ? പിന്നെ സൂറത്തു സൽസലയിൽ എന്താണത്? അഷ്താതൻ ലിയുറൗ അഅ്മാലഹും യൗമഇദി യസ്ദുറു നാസു അഷ്താതൻ ലിയുറൗ അഅ്മാലഹും. അന്നേ ദിവസം മനുഷ്യർ പുറപ്പെട്ടു വരും. എന്തിനാ വരിക? ലിയുറൗ അഅ്മാലഹും യൗമഇദി യസ്ദുറു നാസു അഷ്താതൻ. വ്യത്യസ്ത ഗ്രൂപ്പുകളായി, വിഭാഗങ്ങളായിട്ട് പുറപ്പെട്ടു വരും. എന്തിനു വേണ്ടി? തങ്ങളുടെ കർമ്മങ്ങൾ കാണിക്കപ്പെടാൻ വേണ്ടി. അപ്പൊ അവിടെ പറഞ്ഞെടുത്ത് ഈ പദം ഇതിന്റെ മറ്റൊരു രൂപമാണ്. ഷതാത്ത് എന്ന് പറഞ്ഞാൽ ചിന്നിച്ചിതറിയത്. അതിന്റെ ബഹുവചനാണ് അഷ്താത്ത്. ആ പദം നമ്മൾ സുഹൃത്ത് സൽസല ഓതുമ്പോ കേൾക്കുന്ന ഒരു പദമാണ്. അതുകൊണ്ട് ഞാൻ എഴുതിയത് അഷ്താത്ത്. ഇത് ഷതീത്ത് എന്നതിന്റെ ബഹുവചനം ഉണ്ട് ഷത്തൻ. ഏകദേശം ഒരേ അർത്ഥം തന്നെ. ഷതീത്ത് എന്നാൽ ഛിന്ന ഭിന്നമായത്, ചിതറിയത് എന്നർത്ഥം. അള്ളാഹു പറയുന്നു വഖുലൂബുഹും ശത്താ, അവരുടെ ഹൃദയങ്ങൾ ഛിന്ന ഭിന്നമായവയാകുന്നു. ഇനി പറയണം ദാലിക, അത്. എന്തേ ഇങ്ങനെ ആവാൻ കാരണം? അതാണ് അതിന്റെ കാരണം പറയണം. ബിഅന്നഹും ഖൗമുൻ ലാ യഅഖിലൂൻ, അവർ ചിന്തിക്കാത്ത ഒരു ജനവിഭാഗമാകുന്നു. ബി അന്നഹും, അവർ ആയതുകൊണ്ടാകുന്നു. ഖൗമുൻ ലാ യഅഖിലൂൻ, ചിന്തിക്കാത്ത ഒരു ജനവിഭാഗമായതുകൊണ്ടാകുന്നു. അപ്പോ അതാണ് ആ ആയത്ത് 14-ാമത്തെ ആയത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. നമ്മൾ പറയാം ലാ യുഖാതിലൂനകും, അവർ നിങ്ങളുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയില്ല. ജമീഅൻ, ഒന്നിച്ച്. എങ്ങനെയല്ലാതെ? ഇല്ലാ ഫീ ഖുറൻ മുഹസ്സന, സുരക്ഷിതമായ വല്ല രാജ്യങ്ങളിലും അല്ലെങ്കിൽ വല്ല പ്രദേശങ്ങളിലും വെച്ചല്ലാതെ, അല്ലെങ്കിൽ കോട്ട കെട്ടപ്പെട്ട പ്രദേശങ്ങളിലല്ലാതെ. ബനു നദീർ ഗോത്രം, അതുപോലെ ബനു ഖൈനുഖാ ഗോത്രം, അവരൊക്കെ ചെയ്തത് കോട്ടക്കകത്ത് പിന്നെ അഭയം പ്രാപിക്കുകയായിരുന്നു. അപ്പൊ അവരെ ഉപരോധിച്ചപ്പോ ഗത്യന്തരമില്ലാതെ നിർബന്ധിതരായി ആ കോട്ടക്കകത്ത് നിന്ന് അവര് കോട്ടയ്ക്ക് വിട്ടു പോകേണ്ടി വന്നു. ഹിസ്നുൽ ഹസീൻ എന്ന കോട്ട എന്നാണ് അർത്ഥം. ഒരു ഗ്രന്ഥമുണ്ട്, ചെറിയൊരു ബുക്ക്, ഹിസ്നുൽ മുസ്ലിം എന്നുണ്ട്. അതായത് എന്താണ്? അദ്കാറുകളുടെ ഒരു ബുക്കാണ് ഹിസ്നുൽ മുസ്ലിം. മുസ്ലിമിന്റെ സുരക്ഷിത കോട്ട. ദിക്റുകള് ഒരാൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ അയാൾ സുരക്ഷിതനായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ആ പേര് അവിടെ അപ്പൊ ഹിസ്നു എന്നൊരു പദം കാണാൻ സാധിക്കും. ശരി, അപ്പൊ മുഹസ്സൻ തന്നെ കോട്ട കെട്ടപ്പെട്ട. ഔ മിൻ വറാഇ ജുദുരിൻ, അല്ലെങ്കിൽ വല്ല മതിലുകൾക്കും പിന്നിൽ നിന്നുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുക? നിങ്ങളുമായി യുദ്ധം ചെയ്യുക. ബഅ്സുഹും ബൈനഹും ശദീദ്. രണ്ട് തരം അർത്ഥതലങ്ങളുണ്ട് അതിന്. ഒന്ന്, തമ്മിൽ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവർ ശൂരന്മാരും ധീരന്മാരുമായിരിക്കും. അവരുടെ ശൂരത അവർക്കിടയിൽ ശക്തമാകുന്നു. മറ്റൊരു വ്യാഖ്യാന പ്രകാരം എന്താകുന്നു? അവർ അന്യോന്യം തന്നെ പരസ്പരം ശണ്ട കൂടുന്നവരാണ്. അവർ അന്യോന്യം ഒരുമിച്ചാണ് നിങ്ങൾ വിചാരിക്കുന്നു, പക്ഷെ അവർ തമ്മിൽ തന്നെ ആരാണ്? ശൂരത കാണിക്കുന്നവരാകുന്നു. പിന്നെ പറയണം തഹ്സബുഹും ജമീഅ, നീ അവരെ കുറിച്ച് വിചാരിക്കുന്നു അവർ ഒറ്റക്കെട്ടാണെന്ന്. ജമീഅൻ, ഒരുമിച്ച്. നേരത്തെ നമ്മൾ പറഞ്ഞ പദമാണ്. വഖുലൂബുഹും ശത്താ, എന്നാൽ അവരുടെ ഹൃദയങ്ങൾ ചിന്നിച്ചിതറിയതാകുന്നു. ذلك بأنهم قوم لا يعقلون, അത് അവർ ചിന്തിക്കാത്ത ഒരു ജനവിഭാഗമായതുകൊണ്ടാകുന്നു. അപ്പൊ ഈ ആയത്തിൽ നമുക്ക് പഠിക്കാൻ കുറെ ഗുണപാഠങ്ങളുണ്ട് അല്ലേ? ഒരേ ആദർശം സ്വീകരിച്ച ആളുകൾ എന്താകണം? ഒരേ മനസ്സുള്ള ആളുകളാകണം. ചില്ലറ കാര്യങ്ങളുടെ പേരിൽ, എന്തെങ്കിലുമൊക്കെ ചെറിയ വീക്ഷണ വ്യത്യാസത്തിന്റെ പേരിൽ ഒരേ ആദർശം സ്വീകരിച്ച ആൾക്കാർ ആരാകാൻ പാടില്ല? പരസ്പരം ശത്രുത കാണിക്കുന്നവരും അതേപോലെ ചിന്നിച്ചിതറിയ ഹൃദയമുള്ളവരും ആകാൻ പാടില്ല. സൂറത്തുൽ അൻഫാലിൽ അള്ളാഹു നമ്മോട് വിശ്വാസികളോട് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. അങ്ങനെ ഭിന്നിച്ചു പോയാൽ സൂറത്തുൽ അൻഫാലിൽ കാണാം, 8-ാമത്തെ സൂറത്ത് നോക്കി, അത് നിങ്ങളുടെ വീര്യം നഷ്ടപ്പെടാൻ കാരണമായി തീരും. ആദർശപരമായ ഐക്യമാണ്
സത്യവിശ്വാസികൾ ഏറെ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. സൂറത്ത് അൻഫാലിലെ പിന്നെ അതിലെ ആയത്ത് നമ്പർ കണ്ടോ, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്, നിങ്ങൾ ഭിന്നിച്ചു പോയാൽ നിങ്ങളുടെ വീര്യം നഷ്ടപ്പെടും എന്ന് പറഞ്ഞ ഒരു വചനം കാണാം. ഓക്കെ, അപ്പൊ അവിടെ പറയുന്നുണ്ട് വിശ്വാസികൾ എന്താവണം, ഒറ്റക്കെട്ടായിട്ടാണ് നിലകൊള്ളേണ്ടത്. അറിയില്ലല്ലോ, സൂറത്തുൽ അൻഫാൽ 8-ാമത്തെ സൂറത്ത്. അതിലെ ആയത്ത് നമ്പർ 46 ആയത്തിൽ കാണാം. കണ്ടോ, എന്താണ് ആയത്ത്? നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുകയും നിങ്ങൾ എന്താവരുത്, അഭിപ്രായ ഭിന്നതയിൽ ആവരുത്. അപ്പോൾ നിങ്ങൾ ഭിന്നിച്ചു പോകും. അഭിപ്രായ ഭിന്നത എന്നത് പേടിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഖുർആനിന്റെ അധ്യാപനങ്ങൾക്ക് നിരക്കാത്ത അല്ലെങ്കിൽ ഇസ്ലാമിന്റെ മൗലിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ ആദർശം എല്ലാവരും സ്വീകരിച്ച് ഐക്യപ്പെടണം എന്നല്ല ഖുർആൻ പറയുന്നത്. നേരെ മറിച്ച് അടിസ്ഥാനപരമായ വിഷയത്തിലൊക്കെ ഒരേ വിശ്വാസവും ആദർശവും സ്വീകരിച്ച ആളുകൾ ഏതെങ്കിലുമൊക്കെ മസ്അലകളിലോ മറ്റേതെങ്കിലും വിഷയത്തിലോ ഒരു ഹദീസിന്റെ വിശദീകരണത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ഏതെങ്കിലും അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഭിന്നാഭിപ്രായത്തിലാവരുത്, ഭിന്നിച്ചു പോകരുത്. അപ്പോൾ നിങ്ങൾ ഭിന്നിച്ചു പോകും. നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലാകരുത്, അപ്പോൾ നിങ്ങൾ ഭിന്നിച്ചു പോകും. അങ്ങനെ ഭിന്നിച്ചു പോയാൽ നിങ്ങളുടെ മണം നഷ്ടപ്പെടും എന്നാണ്, നിങ്ങളുടെ വീര്യം നഷ്ടപ്പെടും. അതുകൊണ്ട് വസ്ബിറു, നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുകയും. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, തീർച്ചയായും അല്ലാഹു ക്ഷമാലുക്കളുടെ കൂടെയാകുന്നു. സൂറത്തുൽ അൻഫാൽ 46-ാമത്തെ ആയത്ത്. ഖുർആൻ പല സ്ഥലത്തും പറയുന്നുണ്ട്. സൂറത്തുൽ പിന്നെ ആൽ ഇംറാനിൽ കാണാൻ സാധിക്കും. വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സമൂഹം ഉണ്ടാകട്ടെ. ആരാണ് അവർ? നന്മയിലേക്ക് ക്ഷണിക്കുന്ന, തിന്മ വിലക്കുന്ന, യഅ്മുറൂന ബിൽ മഅറൂഫ് നന്മ കൊണ്ട് കൽപ്പിക്കുന്ന, വയൻഹൗന അനിൽ മുൻകർ അതുപോലെ തന്നെ തിന്മ വിലക്കുന്ന ആളുകൾ. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയികൾ. തുടർന്നെന്താ പറയുന്നത്? വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്ത്. വ്യക്തമായ പ്രമാണം വന്നു കിട്ടിയതിനു ശേഷം ഭിന്നിച്ചു പോയവരെ പോലെ നിങ്ങൾ ആവരുത്. അപ്പൊ ഭിന്നിപ്പ് എന്നത് ഗുണകരമല്ല എന്നർത്ഥം. മനസ്സിലായല്ലോ? അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരേ ആദർശം സ്വീകരിച്ച ആളുകൾ തന്നെ ഏതെങ്കിലുമൊക്കെ വിഷയത്തിന്റെ കാര്യത്തിൽ, എന്തെങ്കിലുമൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന്റെ കാര്യത്തിൽ ശത്രുക്കളായി മാറരുത്. ഒറ്റക്കെട്ടാണെന്ന് പുറത്തേക്ക് തോന്നും, പക്ഷേ മനസ്സുകൾ ഛിന്ന ഭിന്നമാകും. അത് കപട വിശ്വാസികളെ കുറിച്ചാണ് അള്ളാഹു ആ തരത്തിൽ പറഞ്ഞത്. അപ്പോ അങ്ങനെ ഒരു ഗുണപാഠം നമ്മൾ പഠിക്കാനുണ്ട്. لا يقاتلونكم جميعا إلا في قرى محصنة أو من وراء جدر بأسهم بينهم شديد تحسبهم جميعا وقلوبهم شتى ذلك بأنهم قوم لا يعقلون. ഇബ്നു കസീർ റഹ്മഹുല്ലാ ആ വചനത്തെ വ്യാഖ്യാനിച്ചെടുത്ത് പറയുന്ന ഒരു കാര്യം, പിന്നെ لا يقاتلونكم جميعا إلا في قرى محصنة أو من وراء جدر يعني أنهم من جبنهم. ഈ പറയപ്പെട്ട ആൾക്കാർ അവരുടെ ഭീരുത്വം കൊണ്ട്, ജുബർ എന്ന ഭീരുത്വം, വഹൽഇഹിം അവരുടെ അക്ഷമ കൊണ്ട്, ലാ യഖ്ദിറൂന അലാ മുവാജഹത്തി ജയ്ഷിൽ ഇസ്ലാമി, അല്ലേ, മുസ്ലിം സൈന്യത്തിന് നേരെ നേരിടാൻ അവർക്ക് സാധിക്കുകയില്ല. ബിൽ മുബാറസത്തി നേർക്ക് നേരെ പരസ്യമായി അവരുമായിട്ട് യുദ്ധം ചെയ്യാൻ ഇവർക്ക് സാധിക്കുകയില്ല. വൽ മുഖാത്തലത്തി ബൽ ഇമ്മാ ഫി ഹുസൂനിൻ ഔ മിൻ വറാഇ ജുദുരിൻ, ഒന്നുകിൽ വല്ല കോട്ടയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അവർ യുദ്ധം ചെയ്യുക, അല്ലെ, ഒളിപ്പോര് നടത്തുക, അല്ലെങ്കിൽ പിന്നെ മതിലുകൾക്ക് പിന്നിൽ നിന്നുകൊണ്ട്. ഫയുഖാതിലൂന ലിദ്ദഫഇ അൻഹും ദറൂറതൻ, അങ്ങനെ ചെയ്യുന്നത് തന്നെ നിർബന്ധിതരായിട്ടാണ്, ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. ആ മുസ്ലിങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അവരുടെ പിന്നെ യുദ്ധത്തെ, അവരുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്യുക. പിന്നെ സുമ്മ ഖാല തആല ബഅസുഹും ബൈനഹും ശദീദ്,
എന്താ അങ്ങനെ പറഞ്ഞാൽ ഐ അദാവതുഹും ഫീമാ ബൈനഹും ശദീദ. കേട്ടോ, അവർ തമ്മിലുള്ള ശത്രുത ശക്തമാകുന്നു. കമാ ഖാല തആല, അല്ലാഹു മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് വയുദീഖ ബഅദകും ബഅസ ബഅദ്. കേട്ടോ, അവരിൽ ചിലരെ കൊണ്ട് അനുഭവിപ്പിക്കാൻ വേണ്ടി. അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ്, ഒരു നടപടിക്രമമാണത്. സൂറത്തുൽ അൻആമിലെ 65-ാമത്തെ ആയത്തിൽ ആ ഒരു പദപ്രയോഗം കാണാൻ സാധിക്കും. പിന്നെ വലിഹാദാ ഖാല തആല, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, അതാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത്. എന്താണത്? തഹ്സബുഹും ജമീഅൻ വഖുലൂബുഹും ശത്താ ഐ തറാഹും മുജ്തമിഈന, നിങ്ങൾക്ക് അവരെ കാണാം ഒരുമിച്ച് നിൽക്കുന്നതായിട്ട്. ഫതഹ്സബുഹും, അപ്പോൾ നിങ്ങൾ അവരെ കുറിച്ച് വിചാരിക്കും മുഖ്തലിഫീന, വളരെ ഇണക്കമുള്ളവരാണെന്ന് വിചാരിക്കും. വഹും, അവരാകട്ടെ മുഖ്തലിഫൂന ഗായത്തൽ ഇഖ്തിലാഫി, അങ്ങേയറ്റം ഭിന്നാഭിപ്രായമുള്ളവരാകുന്നു. അപ്പൊ നമ്മളെ കുറിച്ച് ഇങ്ങനെ ആകാൻ പാടില്ല. വിശ്വാസികൾ ഒരേ മനസ്സുള്ളവരാകണം, അല്ലെ? ഒരേ ലക്ഷ്യം, ഒരേ മനസ്സ്, ഇതാകണം വിശ്വാസികളുടെ നിലപാട് എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഅഖിലൂൻ. ഖാല ഇബ്രാഹിം നഖഈ റഹ്മഹുല്ലാഹ് യഅനി അഹ്ലുൽ കിതാബ് വൽ മുനാഫിഖീൻ. അല്ലേ? കപട വിശ്വാസികളെ കുറിച്ചാണ് അവർ ചിന്തിക്കാത്ത ഒരു ജനവിഭാഗമാകുന്നു എന്ന് അള്ളാഹു പറഞ്ഞത്. ശരി, തൊട്ടടുത്തായത്തെ 15-ാമത്തെ വചനം, കമസലിൽ ലദീന മിൻ ഖബ്ലിഹിം ഖരീബാ ذاقوا وبال أمرهم ولهم عذاب أليم. كمثل الذين, എന്ന് പറഞ്ഞ പോലെ, അല്ലേ? ഖുർആനിൽ പല സ്ഥലത്തും പ്രയോഗം കാണാൻ സാധിക്കും. മസൽ എന്ന് പറഞ്ഞ ഉദാഹരണം. കമസലില്ലദീന, യാതൊരു കൂട്ടരുടെ ഉദാഹരണം പോലെയാവുന്നു ഇവരുടെ ഉദാഹരണം. ഉദ്ദേശം അതാണ്. കമസലില്ലദീന, യാതൊരു കൂട്ടരുടെ ഉദാഹരണം പോലെയാവുന്നു ഇവരുടെ ഉദാഹരണം. അതാരാ? മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ള യാതൊരു കൂട്ടരുടെ. ഖരീബൻ, അടുത്ത കാലത്ത് തന്നെ, അടുത്ത സമയത്ത് തന്നെ ഇവർക്ക് മുമ്പുള്ള ഒരു കൂട്ടരുണ്ടായിരുന്നു. മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട് അത് ബനൂ ഖൈനുഖാ ഗോത്രത്തെ കുറിച്ചാകുന്നു. ആ ഖൈനുഖാ ഗോത്രവും പ്രവാചകനുമായി ചെയ്ത കരാറുകളെ നിരന്തരമായി ലംഘിച്ചപ്പോ അവരെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാട് കടത്തുകയാണ് ചെയ്തത്. അവരുടെ കോട്ടക്കുള്ളിൽ അവർ അഭയം പ്രാപിച്ചു. 15 ദിവസം ആ കോട്ടയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ അവർ ഉപരോധിക്കപ്പെട്ടു. അങ്ങനെ അവര് ഒരു ഉപാധി മുന്നോട്ട് വെച്ചു, ഞങ്ങളെ സുരക്ഷിതമായി ഇവിടുന്ന് പോകാൻ, നാട് വിട്ടുപോകാൻ അനുവദിക്കണം. അങ്ങനെ പ്രവാചകൻ അനുവദിച്ചു. അപ്പൊ അതുപോലെയാകുന്നു ഇവരുടെ കാര്യവും. കമസലില്ലദീന, യാതൊരു കൂട്ടരുടെ പോലെയാകുന്നു ഇവർ. കമസലില്ലദീന, ആരാണവർ? മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ള. ഖരീബൻ, അടുത്തു തന്നെ. പദം കാണാം. മസൽ എന്ന് പറഞ്ഞാൽ ഉപമ, അതേപോലെ പോലെ എന്നൊക്കെ കാണാം. പിന്നെ ഖരീബ് എന്ന് പറഞ്ഞാൽ അടുത്തത്. നമ്മൾ സൂറത്ത് മആരിജിൽ പഠിച്ചിട്ടുണ്ട്. ഇന്നഹും യറൗനഹു ബഈദ വനറാഹു ഖരീബ, അവർ ഖിയാമത്ത് നാളിനെ വിദൂരയായി കാണുന്നു, നാം ആകട്ടെ അതിന് അടുത്തായി കാണുന്നു. അല്ലാഹു പറയാൻ. അപ്പൊ അവിടെ ഖിയാമത്ത് നാളിനെ കുറിച്ച് അത് ഖരീബാണ് എന്ന് പറഞ്ഞു കാണാം. ശരി, ഖരീബ്, അടുത്തത്. അപ്പൊ ഇവിടെ അടുത്തെന്ന് പറയാൻ കാരണം ഈ ഒരുപാട് വർഷം ആയിട്ടില്ല, വളരെ അടുത്ത് തന്നെ ഇവർക്ക് മുമ്പ് വന്ന അല്ലെങ്കിൽ മുമ്പുണ്ടായ ഒരു സമൂഹത്തെ പോലെയാവുന്നു ഇവരും. അല്ലാഹു പറയാണ് എന്ന് പറഞ്ഞാൽ അനുഭവിച്ചു. അത് സൂറത്ത് നബയിൽ കാണാം, അതുപോലെ തന്നെ സൂറത്ത് ദുഖാനിൽ കാണാം. ആസ്വദിച്ചു, അനുഭവിച്ചു. ഇവിടെ പറയണേ അവർ അനുഭവിച്ചു. എന്താ അനുഭവിച്ചത്? വബാല അംരിഹിം. അവിടെ വാവ് അത്ബിന്റെ വാവല്ല, അതൊരു പദമാണ്. വബാൽ എന്ന് പറഞ്ഞാൽ ദുഷ്ഫലം, ദോഷം, തിന്മ, ഇതൊക്കെ അർത്ഥം, അല്ലേ? അപ്പൊ അവരുടെ അംരിഹിം എന്ന അവരുടെ കാര്യം, അവരുടെ കാര്യത്തിന്റെ ദോഷഫലം അവർ അനുഭവിച്ചു. കയ്യിലിരിപ്പ് മോശമായപ്പോ അതിന്റെ തിക്തഫലം അവർ അനുഭവിച്ചു എന്നർത്ഥം. അവർ അനുഭവിച്ചു വബാല അംരിഹിം, അവരുടെ കാര്യത്തിന്റെ ദോഷഫലം. വബാല് ദോഷഫലം, ദുഷ്ഫലം എന്നൊക്കെ പറയാം. ഇനി തിക്തഫലം, പ്രവാചകനുമായി ചെയ്ത കരാറ് ലംഘിച്ചു എന്ന കാരണത്താൽ അതിന്റെ തിക്തഫലം അവർ അനുഭവിച്ചു.
അവർ അനുഭവിച്ചു വബാല അംരിഹിം അവരുടെ കാര്യത്തിന്റെ ദോഷഫലം. വലഹും അദാബുൻ അലീം അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. വലഹും അവർക്കുണ്ട് അദാബുൻ അലീം വേദനാജനകമായ ശിക്ഷ. ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു ഈ കമസലില്ലദീന മിൻ ഖബ്രിഹിം ഖരീബൻ ദാഖു വബാല അംരിഹിം വലഹും അദാബുൻ അലീം ഖാല മുജാഹിദ് വസുദ്ദി വമുഖാത്തിൽ ഇബ്നു ഹയ്യാൻ യഅനി കമസലി മാ അസ്വാബ കുഫാരി ഖുറൈശ് യൗമ ബദർ. അങ്ങനെ ഒരു വ്യാഖ്യാനം കൂടി അതിലുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ബനൂ ഖൈനുഖായെ കുറിച്ചാണ്, അതും തഫ്സീറിൽ കാണാം. ഇത് മക്കയിലെ ഖുറൈശി കുഫാറുകളുടെ കാര്യമാകുന്നു അല്ലെ. ഖുറൈശി കുഫാറുകള് നിലം പരിശാക്കപ്പെട്ടു. ബദറിൽ വെച്ച് കേവലം 313ഓളം വരുന്ന സ്വഹാബത്തുമായി ഏറ്റുമുട്ടി ആ ഖുറൈശികളിലെ പ്രമുഖന്മാരായ ആളുകളാണ് കൊല്ലപ്പെട്ടത്. അപ്പൊ അവരുടേത് പോലെയാകുന്നു ഇവരുടെയും ഉദാഹരണം എന്നാണ് ഒരു അഭിപ്രായം. വഖാല ഇബ്നു അബ്ബാസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കമസലില്ലദീന മിൻ ഖബ്രിഹിം യഅനി യഹൂദ് ബനി ഖൈനുഖാ. ഈ പറഞ്ഞത് ബനൂ ഖൈനുഖായിലെ യഹൂദികളെ കുറിച്ചാകുന്നു. അത് മറ്റു പല മുഫസ്സിരീങ്ങൾ പറഞ്ഞു. വകദാ ഖാല ഖതാദ വ മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് തുടങ്ങിയവരും ഈ അഭിപ്രായക്കാരാകുന്നു. വഹാദൽ ഖൗലു അശ്ബഹു ബിസ്സവാബി ഫഇന്ന യഹൂദ ബനി ഖൈനുഖാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് അജ്ലാഹും ഖബ്ല ഹാദാ. ഈ അഭിപ്രായം രണ്ടഭിപ്രായം ഉണ്ടാവാനുള്ള കാരണം ബനൂ ഖൈനുഖാഇനെ അല്ലാഹുവിന്റെ റസൂൽ നാട് കടത്തിയത് ബനൂ നദീർ ഗോത്രത്തിൽ നാട് കടത്തിയതിന് മുമ്പാണോ ശേഷമാണോ എന്ന വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസത്തിലാണ്. പക്ഷെ പ്രബലമായ അഭിപ്രായം ഇത് ആരെ കുറിച്ചാകുന്നു? ബനൂ ഖൈനുഖാഇനെ കുറിച്ചാണ് എന്നതാണ്. രണ്ടായിരുന്നാലും ശരിയാണ്. കമസലില്ലദീന മിൻ ഖബ്രിഹിം ഖരീബാ ഇവർക്ക് മുമ്പ് അടുത്തു തന്നെ കഴിഞ്ഞു പോയ അടുത്തു തന്നെ ഉണ്ടായ ഒരു ജനവിഭാഗത്തെ പോലെയാകുന്നു, ഒരു വിഭാഗത്തെ പോലെയാകുന്നു ഇവരുടെ കാര്യം. അവർ അനുഭവിച്ചു. എന്താ അനുഭവിച്ചത്? വബാല അംരിഹിം അവരുടെ കാര്യത്തിന്റെ ദൂഷ്യഫലം. വലഹും അവർക്കുണ്ട് അദാബുൻ അലീം വേദനാജനകമായ ശിക്ഷ. പലപ്പോഴും ഈ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിന്റെ ഒരു സുന്നത്താണെന്ത്? തിന്മ ചെയ്തവർ തിന്മ കൊണ്ട് തന്നെ ശിക്ഷിക്കപ്പെടുക എന്നത്. അഥവാ ഈ ദുനിയാവിൽ അങ്ങനെ തിന്മ നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ നാളെ പരലോകത്തേക്ക് അള്ളാഹു നീട്ടിവെച്ചിട്ടുണ്ടാകും. അതതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാകുന്നു. ശരി, അപ്പൊ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ആ പദങ്ങൾ നമുക്ക് അറിയുന്ന പദങ്ങൾ, അറിയാത്ത ഒന്നുണ്ട് പദങ്ങൾ. വബാല് എന്നാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ ഖരീബ് നേരത്തെ പറഞ്ഞു. തൊട്ടടുത്ത ആയത്ത് 16-ാമത്തെ വചനം കമസലി ശൈത്വാനി ഇദ് ഖാല ലിൽ ഇൻസാനി ക്ഫുർ ഫലമ്മാ കഫറ ഖാല ഇന്നി ബരീഉം മിൻക ഇന്നി ബരീഉം മിൻക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞു. ഈ ബനൂ ഖൈനുഖാഇനെ പോലെ അല്ലെങ്കിൽ കുഫാർ ഖുറൈശിനെ പോലെയാണ് ഇവരുടെ കാര്യം. അല്ലെങ്കിലോ കമസലി ശൈത്താൻ ശൈത്താന്റേത് പോലെയാകുന്നു. എന്താണത്? ഇത് ഖാല അവൻ പറഞ്ഞ സന്ദർഭം ലിൽ ഇൻസാനി മനുഷ്യനോട്. ശൈത്താൻ മനുഷ്യനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഉക്ഫുർ നീ അവിശ്വാസിയാക്. അത് ഖിറാഅത്ത് എങ്ങനെയാണ്? ഇത് ഖാല ലിൽ ഇൻസാനി ക്ഫുർ. അവിടെ ഇൻസാനി ക്ഫുർ എന്ന കാരണം ഈ ഉക്ഫുർ എന്നതിന് മുമ്പ് കസ്റ ആയതുകൊണ്ട് ഖിറാഅത്തിന് സൗകര്യാർത്ഥം ഇത് ഖാല ലിൽ ഇൻസാനി ക്ഫുർ നീ അവിശ്വാസിയാകൂ എന്ന് ശൈത്താൻ മനുഷ്യനോട് പറഞ്ഞു. നീ കാഫിറാകൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഫലമ്മാ കഫറ അവൻ കാഫിറായപ്പോൾ ഖാല ശൈത്താൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്നി ബരീഉം മിൻക തീർച്ചയായും ഞാൻ നിന്നിൽ നിന്നും ഒഴിവാകുന്നു. ഞാൻ നിന്നിൽ നിന്നും ഒഴിവാകുന്നു. ബരീഅ് ഒഴിവായവൻ, നിരപരാധിയായവൻ. അല്ലെ? സൂറത്ത് യൂസുഫ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായിട്ട് കാണാം. വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂഅ്. അല്ലേ? സൂറത്ത് മുംതഹനയിൽ പഠിച്ചിട്ടുണ്ട് നമ്മൾ. എന്താണത്? ലഖദ് കാന ലക്കും ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു ഉസ്വത്തുൻ ഹസന ഇദ് ഖാലൂ ലിഖൗമിഹിം ഇന്നാ ബുറാആഉ മിൻകും വമിമ്മാ തഅ്ബുദൂന മിൻ ദൂനില്ലാഹ്.
പഠിച്ചിട്ടുണ്ട്. ബുറാഅ എന്ന് പറഞ്ഞാൽ ബരീഇന്റെ ബഹുവചനാണ്. ഇബ്രാഹിം നബി പറഞ്ഞു, ബഹുദൈവ വിശ്വാസികളെ, തന്റെ ജനതയോടെ പറയുന്നത്, നിങ്ങളും ഞങ്ങളുമായിട്ട് ഒരു നീക്കുപോക്കും തയ്യാറില്ല, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാകുന്നു, മുക്തമാകുന്നു. അവിടെ കാണാം ബുറാഅ. ശരി, അപ്പോ ശൈത്താൻ പറയാണ്, ഇന്നീ ബരീഉൻ, ഞാൻ ഒഴിവായവനാകുന്നു, മിൻക, നിന്നിൽ നിന്ന്, ഇന്നി, തീർച്ചയായും ഞാൻ, അഖാഫുല്ലാഹ, അള്ളാഹുവിനെ പേടിക്കുന്നു. ശൈത്താനാ പറയുന്നത്. റബ്ബൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിനെ ഞാൻ പേടിക്കുന്നു, ഭയപ്പെടുന്നു. അതാണ് 16-ാമത്തെ വചനം. എന്തൊക്കെയാണ്? ഷൈത്വാന്റെ പോലെ, അല്ലെങ്കിൽ ഷൈത്വാന്റെ ഉദാഹരണം പോലെയാകുന്നു ഇവരുടെ ഉദാഹരണം. ഇത് ഖാല, അവൻ പറഞ്ഞ സന്ദർഭം, ലിൽ ഇൻസാനി, മനുഷ്യനോട്, ഉക്ഫുർ, നീ അവിശ്വാസിയാകൂ. ഫലമ്മ കഫറ, അങ്ങനെ അവൻ അവിശ്വാസിയായപ്പോ, ഖാല, അവൻ ശൈത്താൻ പറഞ്ഞു, ഇന്നി, തീർച്ചയായും ഞാൻ, ബരീഉൻ, ഞാൻ ഒഴിവായവനാകുന്നു, മിൻക, നിന്നിൽ നിന്ന്, ഇന്നി, തീർച്ചയായും ഞാൻ, അഖാഫുല്ലാഹ, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. ആരാ അള്ളാഹു? റബ്ബൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിനെ. അപ്പോ ബരീഖ് എന്നപ്പോ നമുക്ക് അറിയുന്ന പദമാണ്. പിന്നെ അതിന് പ്രത്യേകിച്ചൊന്നും അറിയാത്തതില്ല. ഖാഫ, അത് പലപ്പോഴും വന്നതാണ്. ഖാഫ, ഭയപ്പെട്ടു. യഖാഫു, ഭയപ്പെടുന്നു. ഖൗഫ്, ഭയം. യഖാഫു എന്നതിനെ സ്വർപ്പാക്കുമ്പോൾ കിട്ടുന്ന രൂപമാണ് എന്ത്? അഖാഫ്, ഞാൻ ഭയപ്പെടുന്നു. അവിടെ ആ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, യഅനി മസലു ഹഉലാഇൽ യഹൂദ് ഫീ ഇഗ്തിറാരിഹിം ബില്ലദീന വഅദൂഹും അൻ നസ്റു മിനൽ മുനാഫിഖീന. ഈ യഹൂദികളുടെ ഉദാഹരണം, ആരാണ് യഹൂദികൾ? കപട വിശ്വാസികൾ അവരോട് സഹായം കൊണ്ട് വാഗ്ദാനം ചെയ്തിരുന്നു. അങ്ങനെയുള്ള യഹൂദികളുടെ ഉദാഹരണം, ഖൗലുൽ മുനാഫിഖീന ലഹും ലഇൻ ഖൂതിൽതും ലനൻസുറന്നകും. എന്താണ് ഇവർ പറഞ്ഞത്? മുനാഫിഖീങ്ങൾ, നിങ്ങൾ യുദ്ധം ചെയ്യപ്പെട്ടാൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. പക്ഷേ സുമ്മ ലമ്മ ഹഫത്തിൽ ഹഖായിഖു, കാര്യങ്ങൾ യാഥാർത്ഥ്യമായി സംഭവിച്ചപ്പോ, വജദ്ദ ബിഹിമുൽ ഹസാറു വൽ ഖിതാലു, ഇവര് ഉപരോധിക്കപ്പെട്ടു. ആര്? യഹൂദികൾ. അവരുമായി യുദ്ധത്തിൽ ഏർപ്പെടേണ്ട അവസ്ഥ വന്നു. അപ്പൊ തഖലു അൻഹും വഅസ്ലമൂഹും ലിൽ ഹലകതി, ഈ മുനാഫിഖീങ്ങൾ എന്ത് ചെയ്തു? അവരെ കൈവിട്ടു. മിസാലുഹും ഫീ ഹാദാ കമസലി ശൈത്വാൻ, ഈ വിഷയത്തിൽ അവരുടെ ഉദാഹരണം ശൈത്താന്റെ പോലെയാകുന്നു. എന്താ കാരണം? ഇത് സവ്വല ലിൽ ഇൻസാനി വൽ ഇയാദു ബില്ലാഹ്. എന്താണ്? ഇത് സവ്വല, അവൻ ഭംഗിയായി തോന്നിപ്പിച്ചു, ലിൽ ഇൻസാനി, മനുഷ്യന്. നമ്മളും ഭയപ്പെടേണ്ട കാര്യമാണ്. ശൈത്വാനിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് ആരല്ല സുരക്ഷിതരല്ല, അല്ലേ? അള്ളാഹു സുഹൃത്ത് അറാഫിൽ പറയുന്നുണ്ട്, യാ ബനി ആദം ലാ യഫ്തിനന്നകും ശൈത്വാൻ ഇന്നഹു യറാഹു ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹു. എന്താണ്? ആദമിന്റെ സന്തതികളെ, നിങ്ങളെ ശൈത്താൻ കുഴപ്പത്തിൽ അകപ്പെടുത്താതിരിക്കട്ടെ. അവനും അവന്റെ കൂട്ടാളികളും നിങ്ങളെ കാണുന്നു, നിങ്ങൾ അവരെ കാണാത്ത നിലയിൽ. എന്നിട്ട് നിങ്ങളുടെ, അതിന് മുമ്പ് പറയുന്നുണ്ട്, നിങ്ങളുടെ ആദ്യ പിതാവിനെ അഥവാ ആദം നബിയെ അവൻ കുഴപ്പത്തിൽ അകപ്പെടുത്തിയതുപോലെ നിങ്ങളെ അവൻ കുഴപ്പത്തിൽ അകപ്പെടുത്താതിരിക്കട്ടെ. യാ ബനി ആദം ലാ യഫ്തിനകും ശൈത്താനു കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളുടെ ആദ്യ മാതാപിതാക്കളെ അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ നിങ്ങളെ അവൻ കുഴപ്പത്തിൽ അകപ്പെടുത്താതിരിക്കട്ടെ. ആ ആയത്ത് നോക്കി നമ്മളും ശ്രദ്ധിക്കേണ്ടുന്ന അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. യാ ബനി ആദം ലാ യഫ്തിനകും ശൈത്താനു കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. കണ്ടോ? കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന ഇന്നഹു യറാകും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹു. ആയത്ത് നമ്പർ 27 സൂറത്തുൽ അറാഫിലെ 27-ാമത്തെ ആയത്തിൽ കാണാം. ഇത് ഖുർആൻ ശൈത്താനെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ അള്ളാഹു പല സ്ഥലത്തും ആവർത്തിച്ച് പറയുന്നുണ്ട്, അല്ലേ? നിങ്ങൾ അവനെ എന്താക്കണം? ശത്രുവായി തന്നെ കാണണം. സൂറത്തുൽ ബഖറയിൽ കാണാം, യാ യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും യാ യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ ത്വയ്യിബൻ വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ. അവിടെ അങ്ങനെ പറഞ്ഞത്, നിങ്ങൾ ശൈത്താന്റെ കാലടികളെ പിന്തുടരരുത്. ആറാഫിൽ പറയണം, യാ ബനി ആദമ, ആദം സന്തതികളെ, ലാ യഫ്തിനന്നകും,
കണ്ടോ, നിങ്ങളെ ഫിത്നയിൽ അകപ്പെടുത്താതിരിക്കട്ടെ അശൈത്താനു ശൈത്താൻ അസ്റജ അബവൈക്കും, നിങ്ങളുടെ മാതാപിതാക്കളെ അവൻ പുറത്താക്കിയതുപോലെ എന്ന് പറഞ്ഞാൽ അവന്റെ പ്രേരണക്ക് വശംവദായിട്ടാണല്ലോ ആദം അലൈഹിസ്സലാമും ഹവ്വ അലൈഹസ്സലാമും സ്വർഗത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടത് അല്ലെ. അപ്പോ നിങ്ങളുടെ ആദ്യ മാതാപിതാക്കളെ അവൻ പുറത്താക്കിയതുപോലെ മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന്, യൻസിഉ അൻഹുമാ ലിബാസഹുമാ, അവരിൽ നിന്ന് അവരുടെ വസ്ത്രം അഴിച്ചു മാറ്റി. അതിന് കാരണമായി എന്നർത്ഥം. അതുവരെ നഗ്നതയെ കുറിച്ച് പിന്നെ അറിവില്ലായിരുന്ന അവർക്ക് നഗ്നത വെളിപ്പെട്ടു എന്നാണ് പറഞ്ഞത്. യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ, അവരുടെ സൗആത്ത് എന്ന് പറഞ്ഞാൽ ഔറത്താണ്, അവരുടെ ഔറത്ത് അവർക്ക് വെളിവാകാൻ വേണ്ടി. പിന്നെ പറയാണ് ഇന്നഹു, അവൻ അഥവാ ശൈത്താൻ, യറാക്കും, നിങ്ങളെ കാണുന്നു, ഹുവ, അവനും, ഖബീലുഹു, അവന്റെ ഗോത്രക്കാരും അവന്റെ കൂട്ടാളികളും. എങ്ങനെ? മിൻ ഹൈസു ലാ തറൗനഹും, നിങ്ങൾ അവരെ കാണാത്ത രൂപത്തിൽ. ഇന്നാ ജഅൽന ശയാത്തീന, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. തീർച്ചയായും ശൈത്താന്മാരെ നാം ഏർപ്പെടുത്തിയിരിക്കുന്നു ഔലിയാ, മിത്രങ്ങളാക്കിയിട്ട്. ആർക്ക്? ലില്ലദീന ലാ യുഅ്മിനൂൻ, വിശ്വസിക്കാത്ത ആളുകൾക്ക് അല്ലാഹു പറയണേ, നാം ശൈത്താന്മാരെ മിത്രങ്ങളാക്കി ഏർപ്പെടുത്തിയിരിക്കുന്നു. അത് അള്ളാഹുവിന്റെ മുന്നറിയിപ്പാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി മനസ്സിലാക്കാം. സൂറത്ത് സുഹ്റുഫിൽ കാണാം അള്ളാഹുവിന്റെ കടുത്ത മുന്നറിയിപ്പ്. നമ്മളും നമ്മുടെ കാര്യത്തിലും ഭയപ്പെടേണ്ടതും സുരക്ഷിതത്വം നമുക്ക് ഉണ്ടാകാൻ പാടില്ലാത്തതുമാണെന്ന് ശൈത്താന്റെ കാര്യത്തിൽ. സൂറത്ത് സുഹ്റുഫിൽ നോക്കി, സുഹ്റുഫിൽ അള്ളാഹു പിന്നെ ശൈത്താന്റെ കാര്യത്തിൽ ഭയപ്പെടാൻ വേണ്ടി പറഞ്ഞ വചനം കാണാം. കണ്ടോ? സൂറത്ത് സുഹ്റുഫ് അവിടെ അള്ളാഹുവിന്റെ സ്മരണയെ വിട്ട് അകന്ന് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പിശാചുക്കളെ കൂട്ടാളികളായിട്ട് ഏർപ്പെടുത്തുമെന്നാണ് അള്ളാഹു ഓർമ്മിപ്പിച്ചത്. അപ്പൊ നമ്മൾ നമ്മുടെ കാര്യത്തിലൊക്കെ ഭയപ്പെടേണ്ടുന്ന കാര്യം ലഹു ശൈത്താൻ വഹുവ ലഹു ഖരീൻ എന്ന് കാണാം. അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് അകന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഉണ്ടോ? ശൈത്താനെ അവന് കൂട്ടാളിയായിട്ട് അള്ളാഹു ഏർപ്പെടുത്തി കൊടുക്കും. അങ്ങനെ അവന് 36-ാമത്തെ സൂറത്ത് സുഹ്റുഫ് 36 വമൻ യഅ്ശു അൻ ദിക്രിർ റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ. വമൻ യഅ്ശു അൻ ദിക്രിർ റഹ്മാൻ, അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് അകന്നുകൊണ്ട് ജീവിക്കുന്നവൻ, പരമകാരുണികനെ ദിക്റിൽ നിന്ന് അകന്നുകൊണ്ട് ജീവിക്കുന്നവർ. അപ്പൊ അള്ളാഹുവിനെ എപ്പോഴും ദിക്ർ ചെയ്യലാണ് ശൈത്താന്റെ സാമീപ്യം ഇല്ലാതിരിക്കാനുള്ള മാർഗം. അല്ലെ? ശൈത്താന്റെ സാമീപ്യം ഇല്ലാതിരിക്കാനുള്ള മാർഗം എന്താ? എല്ലാ സമയത്തും അള്ളാനെ ദിക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുക. നമ്മൾ പഠിക്കുന്ന തൊട്ടടുത്ത ആയത്തിൽ വരുന്നുണ്ട് അതിന്റെ പ്രാധാന്യം. അള്ളാഹു നുഖയ്യിദ് ലഹു ശൈത്താന, കേട്ടോ, നാം അവന് ശൈത്താനെ ഏർപ്പെടുത്തി കൊടുക്കും. ആർക്ക്? അള്ളാനെ ദിക്ർ ചെയ്യാതെ ജീവിക്കുന്ന ആൾക്ക്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യാതെ ജീവിക്കുന്ന ആൾക്ക്. ഫഹുവ ലഹു ഖരീൻ, അപ്പോൾ അവൻ അവന്റെ കൂട്ടാളിയായിരിക്കും. ആര്? ശൈത്താൻ ആയിരിക്കും അവന്റെ കൂട്ടാളി. വഇന്നഹും ലയസുദ്ദൂനഹും അനിസ് സബീലി വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ. വഇന്നഹും, തീർച്ചയായും അവർ, അഥവാ ശൈത്താന്മാര്, ലയസുദ്ദൂനഹും, ആ ആളുകളെ അവർ തടഞ്ഞുകൊണ്ടിരിക്കും. അനിസ് സബീലി, ശരിയായ മാർഗത്തിൽ നിന്ന്, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് അവർ അവരെ തടഞ്ഞുകൊണ്ടിരിക്കും. വയഹ്സബൂന, ഈ ആൾക്കാർ വിചാരിക്കും അന്നഹും മുഹ്തദൂൻ, തങ്ങൾ നേർമാർഗം പ്രാപിച്ചവരാണെന്ന് അവർ വിചാരിക്കും. മനസ്സിലായല്ലോ? അപ്പോ അത് ഭയപ്പെടേണ്ട കാര്യമാണ്. എന്താണ് അതിന് കാരണമായി അള്ളാഹു അവിടെ പറഞ്ഞത്? അള്ളാഹുവിനെ ദിക്ർ ചെയ്യാതിരിക്കാം. എന്നത്തെ പറഞ്ഞില്ലേ, ഹിസ്നുൽ മുസ്ലിം എന്ന ഗ്രന്ഥം, ആ ബുക്കിന് ആ പേരിടാൻ തന്നെ കാരണം പിന്നെ മുസ്ലിമിന്റെ സുരക്ഷ എന്നാണ് അർത്ഥം.
ഒരു മുസ്ലിം സുരക്ഷിതനാകുന്നത് എപ്പോഴും അള്ളാഹുവിനെ ദിക്ർ കൊണ്ട് ജീവിക്കുമ്പോഴാണ്. ശരി, അപ്പോ അവരുടെ ഉദാഹരണം ശൈത്താന്റേത് പോലെയാകുന്നു. അവൻ മനുഷ്യനോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? നീ അവിശ്വാസിയാകൂ. അങ്ങനെ അവൻ അവിശ്വാസിയായപ്പോൾ എന്തായി? ശൈത്താൻ പറഞ്ഞു, ഇന്നി ബരീഉം മിൻക, ഞാൻ നിന്നിൽ നിന്നും തീർച്ചയായും ഒഴിവാകുന്നു. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. ഈ ആയത്ത് തഫ്സീർ ചെയ്തിട്ട് ഒരു ഹദീസ് കാണാൻ സാധിക്കും. അതായത് ഒരു റാഹിബ്, ഒരു പുരോഹിതൻ, ഇബാദത്തിൽ മുഴുകിക്കൊണ്ട് ജീവിച്ചിരുന്ന ഒരു പുരോഹിതൻ, ആ പുരോഹിതനെ ശൈത്താൻ സമീപിക്കുകയും അവിടെ ഒരു സ്ത്രീയുടെ അടുക്കൽ ഈ പുരോഹിതൻ പോവുകയും, ഇബാദത്തിൽ മുഴുകിക്കൊണ്ട് ജീവിച്ചിരുന്ന ഒരു പുരോഹിതനായിരുന്നു, റാഹിബ്, ഒരു പണ്ഡിതൻ. അങ്ങനെ ഒരു ചികിത്സാർത്ഥം ആ സ്ത്രീയെ പണ്ഡിതന്റെ അടുക്കിലേക്ക് കൊണ്ടുവരപ്പെട്ടു. അങ്ങനെ ആ പണ്ഡിതൻ ഈ സ്ത്രീയിൽ ആകൃഷ്ടനായി ആ സ്ത്രീയുമായി അവിഹിത ബന്ധത്തിലേർപ്പെട്ടു. അങ്ങനെ ശൈത്താൻ വന്നുകൊണ്ട് പറഞ്ഞു കൊടുത്തു ആ സ്ത്രീയുടെ സഹോദരന്മാർക്ക്, ഇതാ ഇയാളാണ് ഈ സ്ത്രീയുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ആ ശൈത്താൻ ഈ ആളടുക്കൽ വെച്ചുകൊണ്ട് പറയാണ്, എന്ത്? ഞാൻ പറയുന്നത് അനുസരിച്ചാൽ ഞാൻ രക്ഷപ്പെടുത്താം, ഈ അപകടത്തിൽ നിന്ന്, ഇതിന്റെ അപകടത്തിൽ ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താം. എന്ത് വേണം? നിങ്ങൾ എനിക്ക് സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞു എന്നാണ്. കണ്ടോ, ഇന്നക അഅയതനി അന സനഅതു ഹാദാ ബിക ഫഅതഅനി ഫഅതിഅനി അൻജക മിമ്മാ സനഅത ബിക. അപ്പോ നിങ്ങളെ ഞാൻ എന്ത് ചെയ്യാം? രക്ഷപ്പെടുത്താം, നിങ്ങൾ ഈ അകപ്പെട്ട പ്രയാസത്തിൽ നിന്ന്. ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ അനുസരിച്ചു, ഇനി ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താം. എന്ത് വേണം? ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ഫസ്ജുദ് ലി സജദതൻ, എനിക്ക് നിങ്ങൾ സുജൂദ് ചെയ്യണം. അങ്ങനെ ഫസജദ ലഹു, ഈ റാഹിബ് എന്ത് ചെയ്തു? അയാൾക്ക് വേണ്ടി സുജൂദ് ചെയ്തു. ഫലമ്മാ സജദ ലഹു ഖാല ഇന്നി ബരീഉം മിൻക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. അങ്ങനെ സുജൂദ് ചെയ്തപ്പോൾ ശൈത്താൻ പറഞ്ഞത്, ഞാൻ നിന്നെ തൊട്ട് ഒഴിവാകുന്നു, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞു എന്നാണ്. അത് പല റിപ്പോർട്ടിലും പല രൂപത്തിൽ വന്നത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അള്ളാഹു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഖുർആൻ പല സ്ഥലത്തും. ഇനി ഇതേപോലെ തന്നെ സൂറത്ത് ഇബ്രാഹിമിന്റെ ഒരു ഭാഗത്ത് കാണാം, ശൈത്താൻ പരലോകത്ത് വെച്ചുകൊണ്ട് കൈ ഒഴിയുന്ന ഒരവസ്ഥ. 14-ാം സൂറത്ത് ഇബ്രാഹിം നോക്കി. ആ മുന്നറിയിപ്പുകളൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി അല്ലാതെ ഓർമ്മിപ്പിച്ചു തരണം. സൂറത്ത് ഇബ്രാഹിമിൽ പിശാച് കൈ കഴുകുന്ന ഒരു രംഗം പറയുന്നുണ്ട്. ആയത് നമ്പർ 22, സൂറത്ത് ഇബ്രാഹിമിലെ 22-ാമത്തെ ആയത്ത്, പേജ് 258. ഖുർആനിലെ 258, ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും, പേജ് 258-ാമത്തെ പേജ്. എന്താണ് ആയത്ത്? وقال الشيطان لما قضي الأمر إن الله وعدكم وعد الحق ووعدتكم فأخلفتكم وما كان لي عليكم من سلطان إلا أن دعوتكم فاستجبتم لي فلا تلوموني ولوموا أنفسكم ما أنا بمصرخكم وما أنتم بمصرخي إني كفرت بما أشركتمون من قبل إن الظالمين لهم عذاب أليم. കണ്ടോ, വഖാല ശൈത്താനു, ശൈത്താൻ പറയും, ലമ്മ ഖുദിയൽ അംറു, കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുമ്പോൾ, അതായത് ഖിയാമത്ത് നാളിൽ എന്താ പറയാന്നറിയോ? ഇന്നല്ലാഹ വഅദക്കും, തീർച്ചയായും അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നു. ഏത് വാഗ്ദാനം? വഅദൽ ഹഖ്, സത്യമായ വാഗ്ദാനം. എന്താണത്? നിങ്ങൾ പിശാചിനെ പിന്തുടരരുത്, അല്ലെ? നിങ്ങൾ അവനെ പിന്തുടർന്നാൽ നിങ്ങളെയും അവനെയും ഞാൻ നരകത്തിലിട്ട് കരിക്കും. ഉദാഹരണം പറഞ്ഞു കാണാൻ സാധിക്കും. അള്ളാഹു വാഗ്ദാനം ചെയ്തിരുന്നു. എന്നിട്ട് ശൈത്താൻ പറയാണ്, വഅദ്തുകും, ഞാനും നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നു. ഫഅഖ്ലഫ്തുകും, ഞാനിതാ എന്റെ വാഗ്ദാനങ്ങൾ ലംഘിച്ചിരിക്കുന്നു. കണ്ടോ, എന്താ ശൈത്താന്റെ വാഗ്ദാനം? ദുഷ്പ്രേരണകൾ തന്നെയാണ് വാഗ്ദാനം. ശ്രദ്ധേയമായ ഒരു കാര്യം, സൂറത്തുൽ ഇൻസാൻ, അല്ലെ, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ആ സൂറത്തിലെ എന്താ പ്രതിപാദ്യ വിഷയം? നബിയെ പറയുക, ഞാൻ മനുഷ്യരുടെ റബ്ബിനോട് രക്ഷ ചോദിക്കുന്നു.
ഈ മലിക്കിന്നാസ് മനുഷ്യരുടെ രാജാവിനോട് അല്ലെങ്കിൽ ഉടമസ്ഥനോട്, ഇലാഹിന്നാസ് മനുഷ്യരുടെ ആരാധ്യനോട്. കണ്ടോ, അള്ളാഹുവിന്റെ 3 വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് രക്ഷ ചോദിക്കുന്നത്. എന്തെന്നാ രക്ഷ ചോദിക്കുന്നത്? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ദുർമന്ത്രം ചെയ്ത് പിന്മാറുന്നവന്റെ ശർറിൽ നിന്ന്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, അവൻ എവിടെയാണ് ദുർമന്ത്രം ചെയ്യുന്നത്? മനുഷ്യ ഹൃദയങ്ങളിൽ അവൻ ദുർമന്ത്രം ചെയ്യുന്നു. അല്ലെ? മിനൽ ജിന്നത്തി, ജിന്നുകളിൽപ്പെട്ട, വന്നാസ് മനുഷ്യരിൽപ്പെട്ട. ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. മനുഷ്യന്മാരെ കൂട്ടത്തിൽ ശൈത്താന്മാരുണ്ട്. അതെന്താണ്? സൂറത്തുൽ അൻആമിൽ കാണാം, ശയാത്തീനൽ ജിന്നി വൽ ഇൻസ്. അല്ലെ? തിന്മയിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്ന ശക്തികൾ മനുഷ്യരിൽപ്പെട്ടവരാണെങ്കിൽ അവർ ശൈത്താന്മാരാണ് ഖുർആനിലെ പ്രയോഗം. ഏതായിരുന്നാലും അള്ളാഹു 3 അള്ളാഹിന്റെ പേരുകളെ കൊണ്ടാണ് ശൈത്താന്റെ ശർറിൽ നിന്ന് കാവൽ ചോദിക്കാൻ വേണ്ടി പഠിപ്പിച്ചത്. തൊട്ട് മുകളിലെ സൂറത്തുൽ ഫലക്ക് കാണാം. അതെന്താ പറഞ്ഞത്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്. കണ്ടോ, കുറേ ശർറുകളിൽ നിന്ന് അള്ളാഹു രക്ഷ ചോദിക്കണം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പുലരിയുടെ റബ്ബിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. അള്ളാഹിന്റെ ഒരു പേര് മാത്രം എന്നാണ് പറഞ്ഞത്. പുലരിയുടെ റബ്ബ്, പ്രഭാതത്തിന്റെ റബ്ബ്. പിന്നെ ചോദിക്കുന്ന കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ വേറെയാണ്. പക്ഷെ ഇവിടെ സൂറത്തുൽ നാസിൽ അങ്ങനെയല്ല. അള്ളാഹിന്റെ 3 പേരുകൾ കൊണ്ട് എന്തൊക്കെയാണ്? ഇലാഹിന്നാസ്, മലിക്കിന്നാസ്, റബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്. അപ്പൊ ആ 3 പേരുകൾ കൊണ്ട് ചോദിക്കാൻ കാരണം അത്ര പ്രധാനപ്പെട്ട കാര്യമാണ് പിശാചിന്റെ ദുരുപദേശങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്നത്. ശരി, അപ്പൊ അള്ളാഹു സൂറത്തുൽ ഇബ്രാഹിമിൽ പറഞ്ഞ കാര്യം, وقال الشيطان لما قضي الامر ان الله وعدكم وعد الحق ووعدتكم فاخلفتكم. എന്നിട്ടോ وما كان لي عليكم من سلطان, وما كان لي എനിക്കില്ല, അലൈക്കും നിങ്ങളുടെ മേൽ, മിൻ സുൽത്താനും ഒരു അധികാരവും. അല്ലെ? ഇവിടുന്ന് ഇപ്പൊ നമ്മളെ പറഞ്ഞ് പ്രേരിപ്പിക്കും, നന്നായി പ്രേരിപ്പിക്കും. നന്മകൾ ചെയ്യാൻ നമുക്ക് വലിയ അലസത ഉണ്ടാക്കും, തിന്മകൾ ചെയ്യാൻ വലിയ ആഗ്രഹം ഉണ്ടാക്കും, അങ്ങനെ പ്രേരിപ്പിക്കും. അവിടെ വെച്ചെന്താ ശൈത്താൻ പറയാ? നിങ്ങളുടെ മേൽ എനിക്കൊരു അധികാരമല്ല, പിന്നെ ഇല്ലാ അൻ ദഅവ്തുക്കും, ഞാൻ നിങ്ങളെ ക്ഷണിച്ചു എന്നതല്ലാതെ. അങ്ങനെ ഫസ്തജബ്തും ലീ, നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി. അതുകൊണ്ട് ഫലാ തലൂമൂനി, നിങ്ങൾ എന്നെ ആക്ഷേപിക്കണ്ട. വലൂമു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി. മാ അന ബിമുസ്രിഖിക്കും, ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നവനല്ല എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. വമാ അൻതും, നിങ്ങളുമല്ല ബിമുസ്രിഖിയ്യ, എന്നെ രക്ഷപ്പെടുത്തുന്നവരല്ല. ഇന്നി കഫർതു, ഞാനിതാ അവിശ്വസിച്ചിരിക്കുന്നു. ബിമാ അശ്റക്തുമൂനി മിൻ ഖബൽ, മുമ്പ് നിങ്ങൾ എന്നിൽ പങ്കു ചേർത്തതിനെ. തഫ്സീർ കാണാം, പിശാചിന്റെ പ്രേരണയോടുകൂടിയാണ് മനുഷ്യൻ അല്ലാത്തവരൊക്കെ ആരാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നിൽ പങ്കു ചേർത്തതിന് ഞാനിതാ നിഷേധിക്കുന്നു. ഇന്നല്ലാലിമീന ലഹും അദാബുൻ അലീം, അത് അള്ളാഹുവിന്റെ വാക്കാണെന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത്. തീർച്ചയായും അക്രമികൾ, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. അപ്പോ ഇത് ഖുർആൻ ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ഥലത്തല്ല പല സ്ഥലത്തും അള്ളാഹു ഇത് എടുത്തു പറയുന്നുണ്ട്. ശൈത്താന്റെ ആകെ ലക്ഷ്യം എന്താ? ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, സൂറത്ത് ഗാഫിർ പറഞ്ഞതാണ്. ലിയകൂനു, അവരായിത്തീരണം എന്നതാകുന്നു ശൈത്താന്റെ ആഗ്രഹം. എന്ത്? മിൻ അസ്ഹാബിസ് സഈർ, കത്തിയാളുന്ന നരകത്തിന്റെ അവകാശികളായി മാറണമെന്നാണ് ശൈത്താന്റെ ആഗ്രഹം. ശരി, അതാണ് അവിടെ അള്ളാഹു പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. കമസലി ശൈത്വാനി ഇത് ഖാല ലിൽ ഇൻസാനി ക്ഫുർ ഫലമ്മാ കഫറ ഇന്നി ബരീഉൻ മിൻക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, തീർച്ചയായും ഞാൻ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. അതാണ് ആ വചനത്തിന്റെ വ്യാഖ്യാനമായി പറഞ്ഞത്. അവിടെ അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി ആ വചനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളിൽ പിന്നെ കമസലി ശൈത്വാനി ഇത് ഖാല ലിൽ ഇൻസാനി ക്ഫുർ ഫലമ്മാ കഫറ ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. അവിടെ കാണാം വഹും കുഫാറു ഖുറൈശ് അല്ലദീന സയ്യന ലഹുമുശ് ശൈത്വാനു അഅമാലഹും. സൂറത്തുൽ അൻഫാലിലെ ഒരു വചനത്തിൽ, 8-ാമത്തെ പറഞ്ഞ സൂറത്തുൽ അൻഫാൽ, ആ സൂറത്തുൽ അൻഫാലിൽ ഒരു വചനത്തിൽ ഇതേപോലെ ഒരു പരാമർശം കാണാം. ശൈത്താൻ നൽകുന്ന ഒരു വാഗ്ദാനം, ആ വാഗ്ദാനം ശൈത്താൻ ലംഘിക്കുന്ന കാര്യം. സൂറത്തുൽ അൻഫാലിലെ 48-ാമത്തെ ആയത്തിൽ കാണാം. അതെന്താ? സൂറത്തുൽ അൻഫാൽ 48-ാമത്തെ ആയത്ത്,
ഈ ആയത്താണ്. എന്താണത്? ലാ ഗാലിബ ലകുമുൽ യൗമ മിനൻ നാസി വഇന്നി ജാറുൽ ലകും فلما تراءت الفئتان نكص على عقبيه وقال إني بريء منكم إني أرى ما لا ترون. സൂറത്തുൽ അൻഫാലിലെ 48-ാമത്തെ ആയത്തിൽ ശൈത്താൻ വഞ്ചിച്ചു കളഞ്ഞ അല്ലെങ്കിൽ ശൈത്താൻ കൈയൊഴിയുന്ന ഒരു രംഗം പറയുന്നുണ്ട്. കണ്ടോ? സൂറത്തുൽ അഅറാഫ് 48. ഏതാണായത്? وَإِذْ زَيَّنَ لَهُمُ الشَّيْطَانُ أَعْمَالَهُمْ وَقَالَ لَا غَالِبَ لَكُمُ الْيَوْمَ مِنَ النَّاسِ وَإِنِّي جَارٌ لَكُمْ فَلَمَّا تَرَاءَتِ الْفِئَتَانِ نَكَصَ عَلَى عَقِبَيْهِ وَقَالَ إِنِّي بَرِيءٌ مِنكُمْ إِنِّي أَرَى مَا لَا تَرَوْنَ إِنِّي أَخَافُ اللَّهَ വല്ലാഹു ശദീദുൽ ഇഖാബ്. കണ്ടോ? ഇത് സയ്യന ലഹും, അവർക്ക് ഭംഗിയായി തോന്നിപ്പിച്ച സന്ദർഭം. അശ്ശൈത്വാനു പിശാച്, ശൈത്താൻ. എന്തിനെ? അഅ്മാലഹും, അവരുടെ കർമ്മങ്ങളെ. ഏത് കാലത്തും ശൈത്താന്റെ പണി എന്താ? ഖുർആൻ പറയുന്നുണ്ട്, സുയ്യിന ലഹും ശൈത്വാനു മാ കാനൂ യഅമലൂൻ. തങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം നന്നായി ശൈത്താൻ അവർക്ക് തോന്നിപ്പിക്കും. നമ്മൾ കേൾക്കില്ലേ ചില പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ചില ആൾക്കാർ പാമരന്മാരായ മനുഷ്യന്മാരെ പഴപ്പിക്കുന്നത്? എന്തെല്ലാം ശിർക്കാണ് അവർ പറയുന്നത്. ഖുർആൻ ക്ലാസ്, ഖുർആൻ പഠനം, അതേപോലെ ജനങ്ങൾക്ക് ഉപദേശം നൽകുന്നൊക്കെ പേരില് പച്ച ശിർക്ക് ജനങ്ങളുടെ മുമ്പിൽ വിളമ്പി കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. സത്യത്തിൽ തങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ല നല്ല പ്രവർത്തനമാണെന്ന് ശൈത്താൻ അവർക്ക് നന്നായി തോന്നിപ്പിക്കുകയാണ്. അള്ളാന്റെ കലാമിന് ഘടകവിരുദ്ധമായ അധ്യാപനങ്ങൾ, പച്ചയായ ശിർക്ക്, ഒരു മടിയും കൂടാതെ പാമരന്മാരായ മനുഷ്യരുടെ മുമ്പിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാണ്. ആൾക്കാർ കേൾക്കുന്നു, സലാത്ത് ചെല്ലുന്നു, തക്ബീർ മുഴക്കുന്നു, ചിരിക്കുന്നു. കേൾക്കാറില്ലെങ്കിൽ അപ്പൊ ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചിലപ്പോൾ തോന്നിപ്പോകും ഇങ്ങനെയൊക്കെ തലപ്പാവും താടിയും അല്ലെ പാണ്ഡിത്യമുള്ള മനുഷ്യന്മാര് എങ്ങനെയാണ് ഇങ്ങനെ പറയുക എന്ന് തോന്നിപ്പോകും. എന്താ കാര്യം? സുയ്യിന ലഹുമു ശൈത്വാനു മാ കാനൂ യഅമലൂൻ. അവർ ചെയ്യുന്ന ആ പണി ശൈത്താൻ അവർക്ക് നന്നായി തോന്നിപ്പിച്ചിരിക്കുകയാണ്. ഇത് സയ്യന ലഹുമു ശൈത്വാനു, ശൈത്താൻ അവർക്ക് അലങ്കാരമായി തോന്നിപ്പിച്ചിരിക്കുന്നു അഅ്മാലും, അവരുടെ കർമ്മങ്ങൾ. വഖാല, അവൻ പറഞ്ഞു, ലാ ഗാലിബ ലകുമുൽ യൗമ മിനൻ നാസ്. കണ്ടോ? ഇന്ന് നിങ്ങളെ തോൽപ്പിക്കുന്ന ഒരു കൂട്ടരുമില്ല, മനുഷ്യന്മാരെ കൂട്ടത്തിൽ നിങ്ങളെ അതിജയിക്കുന്ന ഒരു ശക്തിയുമില്ല. അപ്പൊ അവർക്ക് തോന്നുന്നത് ഞങ്ങൾ തന്നെയാണ് എല്ലാത്തിനും പോകുന്നവര്. അങ്ങനെ ഒരു യുദ്ധത്തിന് പുറപ്പെടും. ശൈത്താൻ പറഞ്ഞു, ഇന്നി ജാറുൽ ലക്കും, ഞാൻ നിങ്ങളുടെ നിങ്ങളെ രക്ഷപ്പെടുത്തുവാനാവുന്നു, നിങ്ങളുടെ കൂട്ടുകാരനാവുന്നു, അയൽപ്പക്കക്കാരനാവുന്നു. ഫലമ്മ തറാഅത്തിൽ ഫിഅതാനി, രണ്ട് സംഘങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ നകസ അലാ അഖിബൈഹി, അവൻ പിന്തിരിഞ്ഞു കളഞ്ഞു. വഖാല, അവൻ പറഞ്ഞു, ഇന്നി ബരീഉം മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിവാകുന്നു. ഇന്നി അറാ മാ ലാ തറൗന. അല്ലേ? ശൈത്താന് മലക്കുകൾ ഇറങ്ങണോ കാണാൻ പറ്റുമല്ലോ. അതാ നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നു. ഇന്നി അഖാഫുല്ലാഹ, തീർച്ചയായും ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു. വല്ലാഹു ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായ ശിക്ഷ സ്വീകരിക്കുന്നവനാകുന്നു. അപ്പൊ ആ ആയത്താണ് സാജിദ് അഹമ്മദ് എടുത്തു കൊടുക്കുന്നത്. അവര് ശൈത്താന്റെ ദുഷ്പ്രേരണയിൽ അവർ വഞ്ചിതരായി. അവരെ വഞ്ചിച്ചവൻ അവരെ വഞ്ചിച്ചു. അല്ലദീന ലം യൻഫഉഹും വലം യദ്ഫഉ അൻഹുൽ അദാബ ഹത്താ അതൗ ബദ്റാ. അങ്ങനെ അവർ ബദറിലേക്കാണ് പോയി, ശൈത്താന്റെ പ്രേരണയോടുകൂടി അവിടെ പോയി. ബിഫഖ്രിഹിം വഖുയലാഹിം, ദുരഭിമാനത്തോടെയും അഹങ്കാരത്തോടെയും പോയി. ളാന്നീന, അവർ കരുതി, അവർ വിചാരിച്ചു, അന്നഹും മുദ്രികൂന ബിറസൂലില്ലാഹി വൽ മുഅ്മിനീൻ അമാനീഹിം. അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുഅ്മിനീങ്ങളെയും ദപ്പ പിടിക്കാം, അവരെ നശിപ്പിക്കാം എന്ന് വിചാരിച്ചു കൊണ്ടുപോയി. പക്ഷേ ഫനസറല്ലാഹു റസൂലഹു വൽ മുഅ്മിനീന, അല്ലാഹു റസൂലിനെയും വിശ്വാസികളെയും സഹായിച്ചു. അലൈഹിം, ഈ ശത്രുക്കൾക്ക്. ഫഖതലു കിബാറഹും, ഖുറൈശി പ്രമാണിമാരെ അവർ വധിച്ചു കളഞ്ഞു. അപ്പൊ ശൈത്താന്റെ ഈ ദുഷ്പ്രേരണയെ കുറിച്ചാണ് ആ പറഞ്ഞത്. ശരി, പിന്നെ ഇന്നി ബരീഉം മിൻക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ ഫലമ്മ ഖതറ ബിഹി വകഫറ വഹസല ലഹു ശഖാഅ ലം യൻഫഉ ശൈത്താനു അല്ലദീ തവല്ലാഹു വദആഹു ഇലാ മാ ദആഹു ഇലൈഹി ബൽ തബറഅ മിൻഹു. അല്ലേ? സഹായമൊക്കെ ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ ശൈത്താൻ
ആ സന്ദർഭം എത്തിയപ്പോ എന്തായി? അവരെ വഞ്ചിച്ചു കളഞ്ഞു. ഐ ലൈസ ലി ഖുദ്റത്തുൻ അലാ ദഫ്ഇൽ അദാബി അൻക, നിങ്ങളിൽ നിന്ന് ശിക്ഷയെ തടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് ശൈത്താൻ പറഞ്ഞു. പിന്നെ പിന്നെന്താ പറഞ്ഞത്? വലസ്തു ബി മുഗ്നിൻ, കേട്ടോ, എനിക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കുകയില്ല. അൻക മിസ്കാല ദറത്തിൻ മിനൽ ഖൈരി, ഒരു അണു അളവ് നന്മ പോലും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുകയില്ല എന്ന് ശൈത്താൻ അവിടെ വെച്ച് പറഞ്ഞു എന്നാണ്. ശരി, അവിടെ നിൽക്കട്ടെ. ആ ഭാഗമാണ് നമ്മൾ അവസാനമായി ഓതിയത്. കമസലി ശൈത്വാനി ഇത് ഖാല ലിൽ ഇൻസാനി, ശൈത്താന്റെ ഉദാഹരണം പോലെയാകുന്നു ഇവിടെ ഉദാഹരണം. ഇത് ഖാല ലിൽ ഇൻസാനി, അവൻ മനുഷ്യനോട് പറഞ്ഞ സന്ദർഭം ഉക്ഫുർ, നീ അവിശ്വസിക്കുക എന്ന്. അങ്ങനെ ഫലമാ കഫറ, അവൻ അവിശ്വസിച്ചപ്പോൾ ഖാല, അവൻ പറഞ്ഞു, ഇന്നി ബരീഉം മിൻക, ഞാൻ നിന്നിൽ നിന്ന് മുക്തനാകുന്നു, ഒഴിവാകുന്നു. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. അവിടെ പദങ്ങൾ റബ്ബ്, റബ്ബൽ ആലമീൻ, നമുക്കറിയുന്ന പദമാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നേരത്തെ ക്ലാസ് തുടങ്ങുമ്പോൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കാണ്. പിന്നെ ഒരു ഗുണകാംക്ഷയോട് കൂടിയാണ് പറയുന്നത്. ചിലപ്പോൾ വൈകി വന്ന ആൾക്കാർ അത് കേട്ടിട്ടുണ്ടാവില്ല. നമ്മുടെ ക്ലാസ്സിൽ